പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നേതൃത്വം അവഗണിച്ചുവെന്നാരോപിച്ച് ചാണ്ടി ഉമ്മൻ രംഗത്തെത്തി. അതൃപ്തി പരസ്യമാക്കിയതിന് പിന്നാലെ ചാണ്ടി ഉമ്മന് രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പിന്തുണ പ്രഖ്യാപിച്ചു. വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിലെ പുതിയ അച്ചുതണ്ടിനെതിരെ ശക്തിപ്പെടുന്ന പടയൊരുക്കമാണ് ചാണ്ടി ഉമ്മനിലൂടെ പുറത്തുവന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് മാത്രം ഒരു ചുമതലയും നൽകിയില്ല എന്നാണ് ചാണ്ടി ഉമ്മന്റെ ഇന്നത്തെ പ്രതികരണം. അതേസമയം തന്നെ കെ സുധാകരൻ KPCC പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറേണ്ട ആവശ്യമില്ലെന്നും ചാണ്ടി ഉമ്മൻ പറയുന്നു. അതായത് വി.ഡി. സതീശനെതിരെ പാർട്ടിയിൽ പടയൊരുക്കം, അതിന്റെ സൂചനയാണ് ചാണ്ടി ഉമ്മനിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. പ്രതീക്ഷിച്ചതാണ് ചാണ്ടി ഉമ്മന്റെ തുറന്നു പറച്ചിൽ. സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തിയിൽ പാലക്കാട് പ്രചരണത്തിനെത്തിയില്ല. ഒടുവിൽ നേതൃത്വം അനുനയിപ്പിച്ചെങ്കിലും തന്നെ അവഗണിച്ചുവെന്ന് ചാണ്ടി തുറന്നു പറയുകയാണ്. ഇവിടെ ചിലർ മാറ്റി നിർത്തപ്പെടുകയും ചിലർ മാത്രം വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. താഴെത്തട്ട് ഞാൻ ആ സമയത്ത് ചർച്ച ചെയ്യാതിരുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു, എനിക്ക് അതെന്താണ് എന്നെനിക്കറിയില്ല. അത് ഞാൻ കൂടുതൽ അതിന് ചർച്ചയ്ക്ക് തയ്യാറല്ല. അതുകൊണ്ടാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണം ഒരു നിലപാടിലേക്ക്. ചാണ്ടി ഉമ്മൻ ഒരു തുടക്കമാണ്. കോൺഗ്രസിൽ രൂപപ്പെടുന്ന പുതിയ അച്ചുതണ്ടിനെതിരായ പടയൊരുക്കം. ലക്ഷ്യം വി.ഡി. സതീശനാണ്. പട നയിക്കുന്നത് രമേശ് ചെന്നിത്തലയും കെ സുധാകരനും അടങ്ങുന്ന ചേരി. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് ഒറ്റക്കെട്ടായി കൊണ്ടുപോകേണ്ടതാണ് പാർട്ടി നേതൃത്വത്തിന്റെ ചുമതല. അത് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ആ കാര്യം സംസാരിച്ച് എന്താണെന്ന് നേതൃത്വം ബോധ്യപ്പെടും എന്നാണ് എന്റെ വിശ്വാസം. നേതൃത്വത്തിന് പിഴവ് പറ്റിയെന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ആരുടെയും പേര് പരാമർശിക്കുന്നില്ലെങ്കിലും ലക്ഷ്യം വ്യക്തമാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാം ഐക്യത്തോടെ കൃത്യമായി മുന്നോട്ടു പോകുന്നുവെന്ന് നേതൃത്വം അവകാശപ്പെടുന്നതിനിടെയാണ് പാളയത്തിൽപ്പെട പരസ്യനീക്കം നടത്തുന്നത്. എല്ലാം നേതൃത്വം പറയുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സഹോദര തുല്യനായിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അദ്ദേഹം അത് പാർട്ടി നേതൃത്വത്തോടല്ലേ പറഞ്ഞത്, എന്നോടല്ലോ പറയുന്നു. അപ്പൊ പാർട്ടി നേതൃത്വത്തോട് ആളുകൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പാലക്കാട് തെരഞ്ഞെടുപ്പോ ചാണ്ടി ഉമ്മന്റെ പരാതിയോ മാത്രമല്ല വിഷയം. വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ പാർട്ടിയിൽ പുതിയ നിര ശക്തിപ്പെടുന്നതിനുള്ള മറുപടിയാണിത്. സുധാകരനെ മാറ്റി യുവ നേതൃത്വത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവരണമെന്നതാണ് സതീശന്റെ ആവശ്യം. പാർട്ടിയും മുന്നണിയും കൈപ്പിടിയിലാക്കാനുള്ള ഈ നീക്കത്തെ ചെറുക്കുക തന്നെയാണ് സതീശൻ വിരുദ്ധ ചേരിയുടെ ലക്ഷ്യം. ഈ ചേരിയിൽ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ പഴയ നേതാക്കൾ ഒന്നിക്കുന്നു എന്നതും ശ്രദ്ധേയം. ഉമ്മൻചാണ്ടിയുടെ മകനെ മുൻനിർത്തി നടത്തുന്ന പടയൊരുക്കം ലക്ഷ്യസ്ഥാനത്തെത്തുമോ എന്നത് കണ്ടറിയണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നുമില്ലെന്ന നേതൃത്വം ആവർത്തിക്കുന്നതിനിടയിലാണ് കോൺഗ്രസിനുള്ളിലെ ഭിന്നതകൾ മറനീക്കുന്നത്. വി.ഡി. സതീശൻ, ഷാഫി പറമ്പിൽ കൂട്ടുകെട്ടിനെതിരെ ഉമ്മൻചാണ്ടി, കെ കരുണാകരൻ വിശ്വസ്തരെ ഒപ്പം നിർത്തി ചാണ്ടി ഉമ്മൻ തുടക്കമിട്ടിരിക്കുന്ന അമർഷം ഏതൊക്കെ നേതാക്കൾ ഏറ്റെടുക്കും എന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18.